ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടു, ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടെന്ന് വേണമെങ്കിൽ പറയാം ഫ്രേസ് ആൻഡ് ക്ലോസ്. ഫ്രേസും ക്ലോസും ശരിക്കും ട്വിൻസിനെ പോലെയാണ് അവർ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ബേസിക് ഡിഫറൻസും ഉണ്ട്. അതെന്താണെന്ന് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവ് ക്ലോസും മനസ്സിലാകണമെങ്കിൽ ആദ്യം അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്, അല്ലേ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് പഠിക്കാം എന്താണെന്ന്. ബേസിക് ഡിഫറൻസ്, ഫ്രേസിൻ്റെയും ക്ലോസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ. അല്ലെങ്കിൽ അത് മറന്നു പോയാലോ, നിങ്ങൾ ഇത് വീഡിയോ കഴിയുമ്പോഴത്തേനും മറന്നു പോകാതിരിക്കാൻ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ക്ലോസ് വിൽ ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഇൻ ഇറ്റ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു, അതാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്ഷൻ വേർഡ്സ് ആണ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഫ്രേസിൽ സബ്ജക്റ്റും ഇല്ല വെർബും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു മീനിങ് ലെസ് സെൻറ്റൻസ് ആയിരിക്കും. ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് മീനിങ് ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കി. ദ ബസ് ഗോസ് ടു ബാംഗ്ലൂർ. ഇത് ക്ലോസ് ആണ്, കാരണം അവിടെ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റും വെർബും ഉണ്ട്. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. അടുത്തത് ദ ബസ് ടു ബാംഗ്ലൂർ. ഇപ്പോൾ ദ ബസ് എന്നുള്ളത് അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ടു ബാംഗ്ലൂർ എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ്? സബ്ജക്റ്റും ഇല്ല വെർബും ഇല്ല, അല്ലേ? എന്തിനെക്കുറിച്ച്, ആര് പോകുന്നു, എന്ത് പോകുന്നു ഒന്നും പറയുന്നില്ല. ടു ബാംഗ്ലൂർ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അത് മീനിങ് ഫുള്ളാണോ സെൻറ്റൻസ്? അത് മീനിങ് ഫുൾ അല്ല, മീനിങ് ലെസ് ആണ്. അപ്പോൾ അതാണ് ഫ്രേസ്. ഇനി സബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൂ, ഒരു സെൻറ്റൻസിൽ ഹൂ ഓർ വാട്ട്, അല്ലെങ്കിൽ ആര് അല്ലെങ്കിൽ എന്തിന്, ആരെ എന്തിന് ഒക്കെ അങ്ങനെയുള്ള വാക്കുകൾ, ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റാണ്. ഇപ്പോൾ ആ മുകളിലത്തെ സെൻറ്റൻസ് നോക്കിയാൽ ദ ബസ് ടു ബാംഗ്ലൂർ. ബസ് എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു. ടു ബാംഗ്ലൂർ എന്ന് പറയുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ വെർബുമില്ല സബ്ജക്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫ്രേസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റും വെർബും ഇല്ല. ക്ലോസ് എന്ന് പറയുമ്പം സബ്ജക്റ്റും വെർബും ഉണ്ട്. ഇനി ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് അല്ല. ഫ്രേസ് അപ്പോൾ എപ്പോഴാണ്, ഏതാണ് മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് വരുന്നത്? കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് വരുന്നത് ക്ലോസ് ആണോ ഫ്രേസ് ആണോ? ക്ലോസ് ആണ് മീനിങ് ഫുൾ സെൻറ്റൻസ്. CM എന്ന് ഓർത്തിട്ടാൽ മതി കേട്ടോ. CM, ക്ലോസ് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ സെൻറ്റൻസ്. ഇനി അഡ്ജക്റ്റീവ് ക്ലോസ്. ഇനിയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. നിങ്ങളുടെ ലെസണിലുണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിലേറ്റീവ് പ്രോനൗണായ ഹൂ, ഹൂം, വിച്ച്, ദാറ്റ്, ഹൂസ് എന്നൊക്കെ പറയുന്ന അതാണ് റിലേറ്റീവ് പ്രോനൗൺ. ഈ റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. നോക്കിയ എക്സാമ്പിൾ നിങ്ങളുടെ പേജ് 30 ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ 30ാമത്തെ പേജിൽ ഈ സെൻറ്റൻസ് ഉണ്ട്. എ ബുക്ക് സ്റ്റോർ ദാറ്റ് ഹാസ് എ സ്പേഷ്യസ് ആൻഡ് എയർ കണ്ടീഷൻഡ് റീഡിംഗ് ഹാൾ അറ്റ് യുവർ സർവീസ്. ഇപ്പോൾ ഇവിടെ ഏതാണ്? നിങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻ്റ് അല്ലേ തന്നിരിക്കുന്നത് അവിടെ. അപ്പം ഇവിടെ ദാറ്റ് എന്നുള്ളത് എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതെന്തിനാണ് റിലേറ്റീവ്? ബുക്ക് സ്റ്റോറിന് എങ്ങോട്ടാണത്? എങ്ങനെയുള്ള ബുക്ക് സ്റ്റോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്പേഷ്യസ് ആൻഡ് എയർ കണ്ടീഷൻഡ് റീഡിംഗ് ഹാൾ, അല്ലേ? അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോനൗൺ ആണ് ദാറ്റ്. അപ്പോൾ ആ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ, അതായത് ഹൂം, വിച്ച്, ദാറ്റ്, ഹൂസ് എന്നൊക്കെയുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, എല്ലാം ഉണ്ട്, അല്ലേ? അതുകൊണ്ട് അപ്പോൾ അതിനെ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. വേറൊരു എക്സാമ്പിൾ അഡ്ജക്റ്റീവ് ഫ്രേസിൻ്റെ നോക്കിയേ. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു മീനിങ് ഫുൾ ആണോ മീനിങ് ലെസ് ആണോ? മീനിങ് ലെസ്, അല്ലേ? നോക്കിക്കേ, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് എ നൗൺ ഓർ പ്രോനൗൺ ഇൻ എ സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസിലുള്ള
നൗണിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യണം, അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് ഒന്നുകൂടി നോക്കുക. ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുക, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്. അപ്പോഴാണ് അതൊരു ഫ്രേസ് ആവുക, അഡ്ജക്റ്റീവ് ഫ്രേസ് ആകുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്. അപ്പം എക്സാമ്പിൾ, ഹൊറഗലു ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. ഇപ്പോൾ വേണമെങ്കിൽ ഹൊറഗലു ഈസ് എ ലാർജ് സ്റ്റോൺ എന്നോ അല്ലെങ്കിൽ ഹൊറഗലു ഈസ് എ ഫ്ലാറ്റ് സ്റ്റോൺ എന്നോ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് ആ നൗണിനെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇതാണ് ഹൊറഗലു ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. അപ്പോൾ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഏതാണ് നൗൺ? സ്റ്റോൺ. അപ്പോൾ എങ്ങനെയുള്ള സ്റ്റോൺ ആണ്? ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. ലാർജ് ആൻഡ് ഫ്ലാറ്റ് സ്റ്റോൺ. അപ്പോൾ അതിന് ഗ്രൂപ്പ് ഓഫ് ഇത് മാത്രമാണ് ഓർത്തിരിക്കേണ്ടത്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് കാണും. അടുത്ത്, നയൻതാര ഈസ് എ ബ്യൂട്ടിഫുൾ ടോൾ ആക്ട്രസ്. അപ്പോൾ നയൻതാരയെ ഒന്നുകിൽ ടോൾ ആക്ട്രസ് എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നും കൂടി ചേർത്ത് പറയായിരുന്നു. പക്ഷേ നയൻസിനെ നമ്മളിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ ആണ്, ടോൾ ആണ്. ഓക്കെ. അപ്പം ഈ രണ്ട്, അല്ലെങ്കിൽ ഒന്നല്ല രണ്ടോ അതിലധികമോ അഡ്ജക്റ്റീവ്സ് കൂടി വരുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അടുത്ത നോക്കി, നീ മുകിലോ പുതുമഴ മണിയോ. നല്ല പാട്ടാണ് അല്ലേ? അപ്പം നീ എന്നുള്ള ആ സബ്ജക്റ്റിനെ എന്തൊക്കെയായിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? മുകിൽ എന്ന് പറഞ്ഞാൽ മേഘമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. പുതുമഴ മണിയായിട്ട്, പുതുമഴയുടെ തുള്ളികളായിട്ടും ഡിസ്ക്രൈബ് ചെയ്യും. നീ, യു എന്നുള്ള ആ സബ്ജക്റ്റ് ലവറാകാം. ആ ലവറിനെ ഇങ്ങനെ രണ്ടായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. മുകിലെന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പുതുമഴ മണിയായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, ഈ രണ്ടായിട്ട്. അപ്പം നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ കൂട്ടുകാർ കാണുമല്ലോ, അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യും? നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേർഡ്സേ കാണില്ല അല്ലേ? എല്ലാം കൂടെ, എല്ലാ അഡ്ജക്റ്റീവ്സും കൂടെ ചേർത്തായിരിക്കും നിങ്ങളുടെ സ്വീറ്റ് ഹാർട്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ നിങ്ങൾ. ഇപ്പോൾ അതൊക്കെ മറന്നു വെച്ചേക്കുക. നമ്മൾ എക്സാമാണ് നമുക്ക് മുഖ്യം. അപ്പോൾ ആദ്യം എക്സാമിന് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മതി ഡിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ സംഭവം ഇതാണ്. ഏത്? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇത്രയും മാത്രമേ ഉള്ളൂ. മറ്റേ ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഹൂം, അതായത് റിലേറ്റീവ് പ്രോനൗൺ. ഇത്രയും മാത്രം ഓർക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗൺ ചേർത്ത് പറയുന്നതാണ്. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഗ്രൂപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ചേർത്ത് പറയുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. പാട്ടൊക്കെ പാടി, നീ മുകിലോ പുതുമഴ